മുഖ്യമന്ത്രി പിണറായി വിജയൻ സസ്പെൻഷൻ അടിച്ചു കൊടുത്ത് വീട്ടിലിരുത്തിയ അതിപ്രഗത്ഭനായ പോലീസ് ഉദ്യോഗസ്ഥനെ ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പുതിയ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിട്ട് നിയമിച്ചിരിക്കുകയാണ്. ഓർക്കണം, പിണറായിയുടെ അതിവിശ്വസ്തനായിരുന്ന ADGP അജിത് കുമാറിന്റെ കസേര തെറിപ്പിച്ചുകൊണ്ടാണ് പിണറായി വിജയനെ ചവിട്ടിപ്പുറത്താക്കിയ പി വിജയനെ വി.ഡി. സതീശൻ ഇപ്പോൾ ADGP കസേരയിൽ ഇരുത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലങ്ങളിലെ വടംവലികൾക്കും പകപോക്കലുകൾക്കും ഒടുവിൽ യോഗ്യതയും നീതിയും ജയിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവ് കൂടിയാണത്. പ്രതിസന്ധികളുടെ തീച്ചൂളയിൽ വെന്തുരുകുമ്പോഴും ആത്മവിശ്വാസത്തിന്റെ കരുത്തോടെ മുന്നേറിയ IPS ഓഫീസർ പി വിജയൻ ഒടുവിൽ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP കസേരയിലേക്ക് എത്തുമ്പോൾ അത് കേരള പോലീസിന്റെ ചരിത്രത്തിലെ സുവർണ അധ്യായമായി മാറുന്നു. തനിക്കെതിരെ ഉയർന്ന വിവാദങ്ങൾക്കും സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കടുത്ത അച്ചടക്ക നടപടികൾക്കും അതേ നാണയത്തിൽ മറുപടി നൽകാതെ കഠിനാധ്വാനവും നീതിബോധവും കൊണ്ടായിരുന്നു അദ്ദേഹം ഈ തിരിച്ചുവരവ് നടത്തിയത്. കോഴിക്കോട് സ്വദേശിയായ ഈ 1999 ബാച്ച് IPS ഉദ്യോഗസ്ഥന് അർഹമായ പദവിയാണ് വൈകിയാണെങ്കിലും ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും കഠിന പ്രയത്നം കൊണ്ട് മാത്രം വിജയത്തിന്റെ പടവുകൾ കയറിയ വ്യക്തിയാണ് പി വിജയൻ. പഠിക്കുന്ന കാലത്ത് തന്നെ കുടുംബം പുലർത്താൻ കെട്ടിടം പണിക്ക് പോകേണ്ടി വന്ന കഠിനമായ ബാല്യമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം 10ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി കോഴിക്കോട്ടെ പുത്തൂർ മഠം എന്ന ഗ്രാമത്തിൽ കല്ല് ചെത്തി ചുമരി കെട്ടാനിറങ്ങിയ ആ 15-കാരൻ പിന്നീട് ചരിത്രം തിരുത്തിക്കുറിക്കുകയായിരുന്നു. കല്ലും മണ്ണും ചുമന്ന ആ കൈകളിൽ നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തുണ്ടായിരുന്നു. മനസ്സിന്റെ ആ നന്മയും സത്യസന്ധതയും പിന്നീട് അദ്ദേഹത്തെ രാജ്യത്തെ ഏറ്റവും ഉന്നതമായ സിവിൽ സർവീസിലേക്ക് നയിച്ചു. ഈ പോരാട്ടങ്ങൾക്കെല്ലാം കരുത്തായിട്ട് ഒപ്പമുണ്ടായിരുന്നത് പ്രമുഖ IAS ഉദ്യോഗസ്ഥയായ ഭാര്യ ഡോക്ടർ ബീനയായിരുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ഭർത്താവിന് ശക്തമായ പിന്തുണയുമായിട്ട് കൂടി ഉണ്ടായിരുന്ന അവർ സിവിൽ സർവീസ് മേഖലയിലേക്ക് എന്നും മാതൃകയായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്ന ഒരാൾ കൂടിയാണ്. കേരള പോലീസിന്റെ മുഖച്ഛായ മാറ്റിയ നിരവധി വിപ്ലവകരമായ പദ്ധതികളുടെ അമരക്കാരനായിരുന്നു പി വിജയൻ. വിദ്യാർത്ഥികളിൽ അച്ചടക്കവും സാമൂഹ്യ പ്രതിബദ്ധതയും വളർത്തുവാനായി അദ്ദേഹം രൂപം നൽകിയ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് പദ്ധതി ഇന്ന് ദേശീയ തലത്തിൽ തന്നെ മാതൃകയായിട്ട് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ക്യാമ്പസുകളിലെ ക്രിമിനൽ പശ്ചാത്തലങ്ങൾ ഇല്ലാതാക്കുവാനും യുവതലമുറയെ പോലീസിനോട് അടുപ്പിക്കുവാനും ഈ പദ്ധതിക്ക് സാധിച്ചു. ഇതിനു പുറമെ കളമശ്ശേരി ബസ് കത്തിക്കൽ, ശബരിമല തന്ത്രിക്കേസ്, ചേലേമ്പ്ര ബാങ്ക് കവർച്ച തുടങ്ങിയ പ്രമാദമായ നിരവധി കേസുകളിൽ അന്വേഷണ സംഘത്തിനെ നയിച്ച അദ്ദേഹം വലിയ പ്രശംസ പിടിച്ചുപറ്റിയ ആളാണ്. ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടപ്പിലാക്കിയ പുണ്യം പൂങ്കാവനം പദ്ധതിയും ഏറെ ശ്രദ്ധ ആകർഷിച്ചു. ശബരിമലയിലെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനും അയ്യപ്പ ഭക്തരിൽ ശുചിത്വബോധം വളർത്തുവാനും ലക്ഷ്യമിട്ട ഈ പദ്ധതി രാജ്യശ്രദ്ധ തന്നെ പിടിച്ചുപറ്റി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും തന്നെ മൻ കി ബാത്ത് പരിപാടിയിലൂടെ പുണ്യം പൂങ്കാവനം പദ്ധതിയെയും അതിന് നേതൃത്വം നൽകിയ പി വിജയനെയും പ്രശംസിച്ചിരുന്നു. മനസ്സുണ്ടോ വഴിയുണ്ട് എന്ന് വിശ്വസിച്ച കാക്കിക്കുള്ളിലെ ഈ നന്മമരം 2015 വലിയ ജനപ്രീതി നേടിയ സേനയുടെ താരമായി തിളങ്ങി നിൽക്കുകയായിരുന്നു. ഇങ്ങനെ ഔദ്യോഗിക ജീവിതത്തിൽ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും കറുത്ത അധ്യായമായി മാറിയ ഏലത്തൂർ തീവണ്ടി തീവെപ്പ് കേസ് വിവാദമുണ്ടാകുന്നത്. ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെ ചുമതലയുണ്ടായിരുന്ന വിജയൻ കേസിലെ പ്രതിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി എന്നതായിരുന്നു ഉയർന്ന പ്രധാന ആരോപണം. അന്നത്തെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന ADGP MR അജിത് കുമാറിന്റെ വ്യക്തിപരമായ പകപോക്കലുകളും താല്പര്യങ്ങളുമായിരുന്നു ഈ സസ്പെൻഷനിലേക്ക് വഴിതെളിച്ചത് എന്ന ശക്തമായ ആക്ഷേപവും ഇതോടൊപ്പം ഉയർന്നു കേട്ടതാണ്. അജിത് കുമാറിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു 2023 വിജയനെതിരെയുള്ള അച്ചടക്ക നടപടി ഉണ്ടായത്. ദീർഘനാൾ നീണ്ടുനിന്ന സസ്പെൻഷൻ കാലയളവിലും വിജയൻ തളർന്നില്ല. അന്വേഷണങ്ങളോട് പൂർണ്ണമായിട്ടും സഹകരിച്ച അദ്ദേഹം ഒടുവിൽ ആരോപണങ്ങളിൽ സത്യമില്ല എന്ന് തെളിയിച്ച് സർവീസിലേക്ക് ശക്തമായി തിരിച്ചെത്തി. തുടർന്ന് അതീവ പ്രാധാന്യമുള്ള പോലീസ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ തലവനായി നിയമിതനായ അദ്ദേഹം കടുത്ത ജാഗ്രതയോടെയും കരുതലോടെയും ആ പദവി കൈകാര്യം ചെയ്ത് സർക്കാരിന്റെയും പൊതുജനങ്ങളുടെയും വിശ്വസ്തത വീണ്ടെടുത്തു. തനിക്കെതിരെ കരുക്കൾ നീക്കുകയും തന്നെ സസ്പെൻഡ് ചെയ്യാൻ കാരണക്കാരനാവുകയും ചെയ്ത അജിത് കുമാറിരുന്ന അതേ കസേരയിലേക്ക് പി വിജയൻ ഇപ്പോൾ നിയമിതരാകുന്നത് ഒരു കാവ്യ നീതി കൂടിയാകുന്നു.